സംസ്ഥാനത്ത് പൊതുവെ ശക്തമായ മഴയാണ്. മലബാറിൽ വ്യാപക നാശനഷ്ടം തന്നെ ഉണ്ടായി. കോഴിക്കോട് കട്ടിപ്പാറയിൽ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടലുമുണ്ടായി. മലവെള്ളപ്പാച്ചിലിൽ പാറക്കല്ലുകളടക്കം ഒഴുകിയെത്തി. അപകട ഭീഷണിയുള്ളതിനാൽ താഴ്വാരത്തുള്ള 16 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ മഴക്കാലത്ത് നിരവധി നാശനഷ്ടങ്ങളാണ് മലബാർ മേഖലയിൽ ഉണ്ടാകുന്നത്. കോഴിക്കോട് ഉൾവനത്തിൽ നിന്ന് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നു. ഏകദേശം 16ഓളം കുടുംബങ്ങളെ ആ മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ദിസ്ന. തീർച്ചയായും വിനോദ്, മഴ അതിശക്തമായി പെയ്യുകയാണ് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ എന്ന് തന്നെ പ്രധാനമായും പറയാം. പ്രധാനമായും ഈ താമരശ്ശേരി കട്ടിപ്പാറയിലാണ് ഇപ്പോൾ 16ലധികം കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. ഈ മണ്ണാത്തിയേറ്റ് മല ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ വലിയ രീതിയിൽ, അതായത് മലവെള്ളവും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള നീക്കത്തിലേക്ക് കടന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുവാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. താമരശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും അവിടെ സ്ഥലത്ത് തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ അതിശക്തമായ മഴ തന്നെയാണ് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂത്തുപറമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു മരണമടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരം പൊട്ടി വീണാണ് ഗൃഹനാഥൻ മരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള മഴ അതിശക്തമായി തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് വലിയ രീതിയിൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ ഈ മരം പൊട്ടി വീഴുകയും കിണറിടിഞ്ഞു താഴുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയപ്പ, വെള്ളയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ കടൽഭിത്തി ഇല്ലാത്തൊരു പ്രശ്നമുള്ളത്. നിരവധി തവണ അവിടുത്തെ ആളുകൾ പ്രതിഷേധ സമരവുമായി ഒക്കെ തന്നെയും രംഗത്തെത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പുതിയപ്പ, മാറാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ കടൽ രൂക്ഷമായിട്ടുണ്ട്. അതായത് കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും മുക്കം, കാരശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ടൗണുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും നൽകാൻ സാധിക്കും. വിനോദ്, മലബാർ മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുവെ വനമേഖലയിൽ നിന്നും വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്ന് ഭീഷണിയുള്ള സ്ഥലങ്ങളിലെ 16ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. കോഴിക്കോട് കട്ടിപ്പാറയിലാണ് വനത്തിനുള്ളിൽ ഉരുൾപൊട്ടൽ ഉള്ളതായി സംശയം ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ്.